അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ നാമം എന്ന് പറഞ്ഞാൽ അർ റഹ്മാൻ, പരമകാരുണികൻ. ഇപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അർ റഹ്മാൻ എന്നുള്ളത്. അള്ളാഹിൻ്റെ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള അനന്തമായിട്ടുള്ള കാരുണ്യവും അനന്തമായിട്ടുള്ള അനുകമ്പയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നാമം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറബിയിൽ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് വന്നിട്ടുള്ളത് റഹം എന്ന് പറഞ്ഞ ഒരു വേർഡ് എന്നാണ് കേട്ടോ. റഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൂമ്പ് എന്നാണ്, ഗർഭപാത്രം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിന് നമ്മൾ റഹം എന്ന വേർഡ് നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അള്ളാഹിൻ്റെ സൃഷ്ടികളോട് കാണിക്കുന്ന ഒരു നർച്ചറിങ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് നേച്ചറൊക്കെ അല്ലേ, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ആ ഒരു നേച്ചർ, അള്ളാഹിൻ്റെ ആ ഒരു നേച്ചറിനെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ ഈ ഒരു സുന്ദരമായിട്ടുള്ള നാമം ഖുർആനിൽ 55 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിൽ ഒരു സൂറത്ത് ഒഴികെ ബാക്കി എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മിയിൽ ഈ ഒരു നാമം കാണാം. പിന്നെ അതുമല്ല ഈ ഒരു പേരിൽ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു നാമം പരാമർശിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ 1-2 ആയത്തുകൾ നോക്കാം കേട്ടോ. സൂറത്ത് ത്വാഹയിൽ 5-ാമത്തെ ആയത്തിൽ പറയുന്നു, അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ, ആ പരമകാരുണികനായ അള്ളാഹു സിംഹാസനസ്ഥനായിരിക്കുന്നു. മറ്റൊരു സൂറത്തായിട്ടുള്ള സൂറ അൽ ബക്കറയിലെ 163-ാമത്തെ ആയത്തിൽ പറയുന്നു, വ ഇലാഹുക്കും ഇലാഹു വാഹിദുൻ ലാ ഇലാഹ ഇല്ലാഹു അർ റഹ്മാനുർ റഹീം, നിങ്ങളുടെ ദൈവം ഏകദൈവം, അവനല്ലാതെ ദൈവമില്ല, അവൻ പരമകാരുണികൻ, ദയാപരൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.